Hi friends, welcome back to our channel Archu's Taste and Passion. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കുക്കിംഗ് ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ അമ്മയാണ്. അപ്പോൾ നമ്മളുടെ ഉഴുന്നുവട പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ആ റൗണ്ടിൽ ഹോളൊക്കെ വന്നിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് എങ്ങനെ ചെയ്യാമെന്നുള്ളത് അമ്മ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തതാണ് നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ. ഓക്കെ, വോയിസ് ഓവർ ഞാനാണ് കൊടുക്കുന്നത്, പക്ഷെ ചെയ്യുന്നത് അമ്മയാണ്. അപ്പോൾ ഞാനും അത് കണ്ടിട്ട് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് സക്സസ് ആയി വന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഉഴുന്ന് അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ തന്നെയാണ് ഫസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഒന്നാമത് നമ്മൾ വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് ഇത് അരച്ചു കൊടുക്കാൻ പാടില്ല. വെള്ളം വളരെ തളിച്ച് അരച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഉഴുന്നുവട ഒട്ടും ശരിയാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ അരച്ചു കഴിയുമ്പോഴുള്ള കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ തരിതരായിട്ടുള്ള കൺസിസ്റ്റൻസി ആവണം. ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് ആയാലും നമ്മളുടെ ഉഴുന്നുവട ശരിയാവില്ല അത്ര. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ ശരിയായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് അരച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ട് കൊടുക്കുമ്പോൾ ഈ മാവ് പൊന്തിക്കെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഉഴുന്നുവട നന്നായിട്ട് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഉഴുന്ന് അരയ്ക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം അത്ര. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ്, 2-3 പച്ചമുളക്, അതുപോലെ എരിവനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, പിന്നെ നമ്മുടെ പെപ്പർ ചതച്ചത് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചും ചേർക്കാം, പക്ഷെ അമ്മ ഇത് ഇങ്ങനെ തന്നെ അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു പാത്രം എടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്ന് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില, അതുപോലെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക്, ഇതെല്ലാതും നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാതും ചേർത്തതിന് ശേഷം ഒരു സ്പൂണ് യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. ഒരു 5 മിനിറ്റോളം ഇതെല്ലാതും കൂടെ മിക്സ് ചെയ്ത് ചേർക്കണം കേട്ടോ. അപ്പോൾ സ്പൂണ് ഇപ്പോൾ വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ അമ്മ സ്പൂൺ എടുത്ത് ചെയ്യുന്നത്. അമ്മയുടെ കൈയാണ് കാണുന്നത്. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാനാണ് പറയുന്നത്. ഒരു 5 മിനിറ്റ് എങ്കിലും നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതാണ് ഒരു ടിപ്പ്, നന്നായി മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഉപ്പ് ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. 5 മിനിറ്റ് നമ്മൾ മറ്റേ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഉപ്പ് നമ്മൾ നേരത്തെ ചേർക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഹാർഡ് ആവാനോ അല്ലെങ്കിൽ ഒരു കനപ്പ് ടേസ്റ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്ത് നന്നായിട്ടും ഈ 5 മിനിറ്റ് മിക്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലോട്ട് നിങ്ങൾ കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണെങ്കിൽ, ഓയിലാണെങ്കിൽ അത്, വെളിച്ചെണ്ണയാണെങ്കിൽ അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചൂടായെന്ന് അറിയാനായിട്ട് ഒരു മാവ് അല്പം ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ പൊന്തി ബബിളായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ ചൂടായി എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മളുടെ ഉഴുന്ന് വട ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉഴുന്ന് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ബാറ്റർ എടുത്ത് കയ്യിൽ റൗണ്ട് പോലെ ആക്കി ഒന്ന് ജസ്റ്റ് പരത്തിയതിന് ശേഷം ഒരു ഹോൾ ഇട്ടിട്ട് റിവേഴ്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇതുപോലെ വെച്ചിട്ട് ഒരു ഹോള് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ റിവേഴ്സിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഒരു ഹോൾ ഇട്ടു, അതിനുശേഷം ഇതുപോലെ ഒരു ഹോൾ കേട്ടോ, എന്നിട്ട് റിവേഴ്സിലിട്ടു. അമ്മ ഭയങ്കര സ്പീഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവണുണ്ടെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ക്ലിയർ ആവണ്ടെന്നൊന്നും അറിയില്ല എനിക്ക്. അപ്പോൾ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. കൈയൊന്ന് ജസ്റ്റ് നനച്ചെടുക്കുക, ഒരുപാട് വെള്ളം കൈമ ഉണ്ടാവരുത്. അതിന് ശേഷം മാവ് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് പരത്തി കൊടുക്കാൻ വേണമെങ്കിൽ. എന്നിട്ട് ഇതുപോലെ ഹോള് തം ഫിംഗർ വെച്ചിട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ചു കൊടുക്കുക. കൈ തിരിച്ച് പിടിക്കുമ്പോൾ അതിലോട്ട് വീഴും, നമ്മുടെ ഓയിലിലോട്ട് വീണോളൂ. കണ്ടോ, അതിനുശേഷം ഒരു 2 മിനിറ്റ് അങ്ങനെ ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുക. ആദ്യം ഒരു 2 മിനിറ്റ് നമ്മൾ ഇട്ട വശം കെടുക്കണം കേട്ടോ ഓയിലിൽ. കണ്ടോ, പിന്നെ പറയുന്നത് നന്നായിട്ട് ഓയിൽ ഡീപ് ഫ്രൈ തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്, ഇത് നന്നായിട്ട് വരാനായിട്ട്. ഓക്കെ, എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 2 സൈഡും വട നന്നായിട്ട് ആയി. ഇതുപോലത്തെ ബ്രൗൺ കളർ, ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കരുത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇരുന്നിട്ടും ബ്രൗൺ ആവും. അതിന് ശേഷം നമ്മൾ കോരിയെടുത്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഉഴുന്ന വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ പ്ലേറ്റ് ഒന്ന് മാറ്റി ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും സക്സസ് ആവും. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും വരയ്ക്കും. ബൈ ബൈ, താങ്ക് യു ഓൾ.